ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്. അത് ചക്ക കൊണ്ടാണ്. ചക്ക ഉണ്ണിയപ്പമാണ്. അത് ഞാൻ വരിക്ക ചക്കയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചക്ക ഞാൻ വൃത്തിയാക്കി മിക്സിയിലെ ജാറിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും കാണരുത്, നല്ല മഷി പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് ശർക്കര ഞാൻ ഉരുക്കാൻ വച്ചിട്ടുണ്ട്. ഒരു നൂൽ പരുവാവുണ്ട്, നല്ല ലൂസായിട്ട് എടുത്താൽ മതി, ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. അതിനുശേഷം ഞാൻ ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ തേങ്ങ പൊടിയായി അരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ ചക്ക അരച്ചു വെച്ചതും ഇട്ട്, ഞാൻ 1/2 കിലോ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചക്കയ്ക്ക് ആ അരിപ്പൊടിയും ഇട്ട് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിരുന്നത് അരിച്ചൊഴിക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ശർക്കര പാനി ഒഴിക്കാവൂ. ഒരല്പം, ഒരു 1/2 സ്പൂൺ ഏലക്ക ഞാൻ പൊടിച്ചു വെച്ചിരുന്നതും ചേർത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കൈകൊണ്ട് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എല്ലാം നന്നായിട്ട് മിക്സായി വരുന്നത് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ്. അതിനുശേഷം നമ്മൾ ആ തേങ്ങ വറുത്തതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അത് നമുക്ക് ഒരുപാടുള്ളത് കൊണ്ട് കുറച്ചൊരു ബൗളിലേക്ക് മാറ്റി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം അത് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, എണ്ണ നല്ല ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഓരോ ഉണ്ണിയപ്പം വീതം എല്ലാത്തിലും ഒഴിച്ച് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ ചക്ക ഉണ്ണിയപ്പം റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി ഇതുപോലുള്ള പുതിയ നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. ബൈ.